പോകുന്നത് ഒരച്ഛനും മകനും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ മത്സരത്തിൽ ചതിയനായ CKC തോൽപ്പിച്ച് വിജയം നേടാൻ എന്റെ മോനെ സഹായിക്കണേ. ഈ ഡ്രസ് ഗൗതമിന് സൂപ്പർ ആയിട്ട് ചേരുന്നുണ്ട്. ഒരു മെഗാസ്റ്റാറിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ഈ പറയുന്ന ആളും ഹീറോയിനെ പോലെ തന്നെ ഇരിക്കുന്നത്. വീട് ഗൗതം, ലേലത്തിന് പോകാൻ പോകുന്ന വഴിയല്ലേ? അതിനെന്താ, എനിക്കിപ്പോ ഒരു കിസ് വേണം. ഈ ലേലത്തില് നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടുന്നത് വരെ നോ റൊമാൻസ്, നോ കിസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ല. അല്ലെങ്കിൽ തന്നെ നമ്മള് രണ്ടും ഒരുമിച്ചല്ലേ ലേലത്തിന് പോകുന്നത്? അപ്പൊ പിന്നെ എന്തിനാ ഒരു കിസ്? ഒരുമിച്ച് പോകുമ്പോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിസ് കൊടുക്കാമല്ലോ. അതൊരു ഐശ്വര്യല്ലേ? അല്ലാതെ തന്നെ എല്ലാ ഐശ്വര്യവും നമുക്കുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. വാ, നമുക്ക് ഇറങ്ങാം. ദാ ബാഗ് പിടിക്ക. നിങ്ങൾ ഇറങ്ങാറായോ? പിന്നെ ലേലം 10 മണിക്കാ. ഗൗതം, അമ്മയുടെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങിക്ക. അല്ല, ഗൗതമിന്റെ നിർമ്മലാമ്മയല്ലേ? അപ്പൊ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങാനാ പറഞ്ഞത്. രാവിലെ മുതല് ഈ ലേലത്തിൽ ഗൗതം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പുള്ളിക്കാരി. ഓഹോ, നിർമ്മലാമ്മ എന്നെ അനുഗ്രഹിക്കണം. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കും. അമ്മയുടെ പ്രാർത്ഥന അനുഗ്രഹം എനിക്കുണ്ടാവണം. എന്റെ മോന് ഒരു കുഴപ്പവും വരില്ല. നീ ജയിച്ചു തന്നെ വരും മോനെ. ഈ ലേലത്തിൽ ഉറപ്പായും നീ തന്നെ ജയിക്കും മോനെ. താങ്ക്സ് അമ്മേ. എത്രയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചാലും ഈ ലേലത്തിൽ ജയിക്കാൻ പോകുന്നത് CKC ആയിരിക്കും. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അമ്മേ, ഇന്നൊരു ഫാക്ടറിയുടെ ലേലമുണ്ട്, അനുഗ്രഹിക്കണം. നന്നായി വരും. നന്നായി വരുമെന്നല്ലാതെ CKC തോൽപ്പിച്ച് ജയിച്ചു വാ മോനെന്നൊന്ന് പറഞ്ഞൂടെ? ഇതെന്താ താല്പര്യമില്ലാതെ ജോലി തീർക്കുന്നത് പോലെ ആയിപ്പോയല്ലോ. ആര് പറഞ്ഞു താല്പര്യമില്ലാന്ന്? എനിക്ക് ഉറപ്പല്ലേ, ഈ ലേലത്തില് ഗൗതം തന്നെ ജയിക്കും. ഗൗതം, ഓൾ ദി ബെസ്റ്റ്. ബിസിനസ്സിലെ ഗൗതമിന്റെ ഗുരുവാണ് വസുന്ധര ആന്റി. ആ അനുഗ്രഹം കിട്ടിയ സ്ഥിതിക്ക് ഇനി പേടിക്കാനൊന്നുമില്ല. അല്ല ആന്റി, ഈ സാജൻ ജോസഫിന്റെ സ്റ്റീൽ ഫാക്ടറി ആന്റിക്ക് അറിയോ? അറിയൊക്കെ ചെയ്യാം. എത്ര രൂപ വരെ ലേലം വിളിച്ചാ നമുക്ക് ലാഭമായിരിക്കും ആന്റി? ആന്റിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിച്ചതാ. ആന്റിയുടെ ഒരു അഡ്വൈസ് കൂടി ഉണ്ടെങ്കിൽ അത് പ്രയോജനം ചെയ്യുമല്ലോ. അതൊക്കെ കണക്ക് കൂട്ടാനേ ഗൗതം എക്സ്പെർട്ടാണ്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പോയിട്ട് വാ. നിന്ന് സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. അപ്പൊ ശരി, വാ നിധി, ഇറങ്ങാം. ഇപ്പോഴുള്ള ഈ മുഖമായിരിക്കില്ല നിധി തിരിച്ചു വരുമ്പോ. CKCയോട് തോറ്റ് തുന്നം പാടിയായിരിക്കും അവള് തിരിച്ചു വരാൻ പോകുന്നത്. എന്താ സാജ ഇത്? ലേലം കൊള്ളാൻ ഇതുവരെ ആരും വന്നിട്ടില്ലല്ലോ. ഇക്കണക്കിന് പോയാൽ പ്രോപ്പർട്ടി ബാങ്കിന്റെ പേരിൽ പോകുന്നല്ലാതെ നിങ്ങൾക്കൊരു പൈസ പോലും കിട്ടാൻ പോകുന്നില്ല. വരും സാർ, ചിലരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. Good morning, sir. Good morning. I am CK Chandrabose, CKC Enterprises. അറിയാം സാർ, ഇരിക്കും.
എക്സ്ക്യൂസ് മീ സർ. 10 മണിക്കാണ് ലേലത്തിന്റെ സമയം പറഞ്ഞിരിക്കുന്നത്. മണി 10 തുടങ്ങിയാലോ? സാറ് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാനേ വന്നിട്ടുള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ എങ്ങനെയാ ലേല നടപടികൾ തുടങ്ങുന്നത്? ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനർത്ഥം വേറെ ആർക്കും ഈ പ്രോപ്പർട്ടി താല്പര്യമില്ല എന്നല്ലേ? അല്ലേ സാജൻ? മിസ്റ്റർ സാജൻ ജോസഫിൽ നിന്നും ബാങ്കിന് ഈടാക്കേണ്ട തുക 3,75,65,321 രൂപയാണ്. ലേല ചെലവുകളും മറ്റും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാ ആ എമൗണ്ടിനും ലേലം ഉറപ്പിക്കാമെന്ന് ഒരു ചട്ടമില്ലേ സാർ? സമയം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ നടപടികളിലേക്ക് നീങ്ങുന്നല്ലേ നല്ലത്? സർ പ്ലീസ്, ഒരു അരമണിക്കൂറോട് നോക്കാം. ആരെങ്കിലും വന്നാലോ? മിസ്റ്റർ ചന്ദ്രബോസ്, ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയാണത്. പുള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ വരെ അനുവദിക്കുന്നതിൽ തെറ്റില്ല. അരമണിക്കൂറല്ല, 6.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലും ആരും വരാൻ പോണില്ല. വരില്ല സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഗൗതം ഗോപിനാഥ്, ഈശ്വരമംഗല ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ദാ സർ. ശരി, ഇരിക്കും. ഇപ്പോ 10:05. യു ആർ 5 മിനിറ്റ് ലേറ്റ് മിസ്റ്റർ ഗൗതം. ആ സാരമില്ല, 5 മിനിറ്റാ ലേറ്റ്. പക്ഷേ അതെനിക്കങ്ങ് ഇഷ്ടമായി. കാരണം 5 എന്റെ ലക്കി നമ്പറാണ്. ഈ വർഷം 2025. ഇപ്പൊ സമയം 10:05. ഒരു കാര്യം ഉറപ്പായി, വിജയം എനിക്ക് തന്നെയായിരിക്കും. സംതൃപ്തി ഇൻഡസ്ട്രീസ് ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ സി കെ ചന്ദ്രബോസ്. അപ്പൊ നമുക്ക് ലേല നടപടികൾ ആരംഭിച്ചാലോ? വൈ നോട്ട്? ധൈര്യമായിട്ട് തുടങ്ങിക്കോ സാറേ. ഈ പ്രോപ്പർട്ടിയുടെ റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് വീണ്ടും വായിക്കുന്നില്ല. ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. ബാങ്കിലുണ്ടായിരുന്ന ലോൺ എമൗണ്ട് 2 കോടി രൂപയാണ്. പലിശയും മറ്റെല്ലാം കൂടി ബാങ്കിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഇപ്പൊ ഈടാക്കാനുള്ള തുക 3,75,35,321 രൂപയാണ്. ഈ എമൗണ്ടിൽ തുടങ്ങി കുറഞ്ഞത് ഓരോ ലക്ഷം രൂപ വീതം നിങ്ങൾക്ക് കൂട്ടി വിളിക്കാം. പിന്നെ അൺഒഫീഷ്യലായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഇരിക്കുന്ന സാജൻ ജോസഫിന്റേതാണ് പ്രോപ്പർട്ടി. ബാങ്കിന് കിട്ടേണ്ട എമൗണ്ടിൽ നിന്നും എത്ര നിങ്ങൾ കൂട്ടി വിളിക്കുന്നോ അത് ഇദ്ദേഹത്തിന് ഒരു വലിയ ആശ്വാസമായിരിക്കും. അപ്പൊ തുടങ്ങാം. ഏറ്റവും കുറഞ്ഞത് ഓരോ ലക്ഷം വെച്ച് കൂട്ടി വിളിക്കാം.